ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റ് ആവശ്യം ശക്തമാക്കാൻ മുസ്ലിം ലീഗ്. കണ്ണൂർ തന്നെയാണ് ലീഗ് ലക്ഷ്യമിടുന്നത്. രാഹുൽ ഗാന്ധി മത്സരിക്കാനില്ലെങ്കിൽ വയനാട് സീറ്റ് ആവശ്യപ്പെടും. മുന്നണി ചർച്ചയ്ക്ക് മുൻപ് കോൺഗ്രസ് തീരുമാനമെടുത്തതിലും ലീഗിന് അതൃപ്തിയുണ്ട്. കെ ആന്റണിക്ക് വേണ്ടി വിട്ടുകൊടുത്ത രാജ്യസഭാ സീറ്റ് തിരികെ വേണമെന്നും ആവശ്യപ്പെടും. അഷ്കർ അലിയുണ്ട് വിവരങ്ങൾ നൽകാൻ. അഷ്കർ, ഗുഡ് മോർണിംഗ്. എന്തായാലും മൂന്നാം സീറ്റ് എന്ന ആവശ്യം ശക്തമാക്കാൻ തന്നെയാണ് ലീഗിന്റെ തീരുമാനം, അല്ലേ? അഷ്കർ, വലിയ ആവശ്യങ്ങളാണ് ലീഗ് കോൺഗ്രസിന് മുന്നിൽ വെക്കുന്നത്. ഇതൊരു ഒരു പ്രഷർ പൊളിറ്റിക്സായി മാത്രം കാണാൻ സാധിക്കുമോ, അതോ ലീഗ് സീരിയസ് ആണോ? ആദ്യഘട്ടത്തിൽ മൂന്നാം സീറ്റ് എന്ന വിഷയത്തിൽ ലീഗ് ഒരു അയഞ്ഞ മൊട്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. കാരണം മൂന്നാം സീറ്റ് ആവശ്യം മുന്നണി യോഗത്തിൽ ആവശ്യപ്പെടുക എന്നതിനപ്പുറത്തേക്കൊന്നും കാര്യങ്ങളിലേക്ക് പോകുമെന്ന് തോന്നിയിരുന്നില്ല. കോൺഗ്രസിനെ UDF-നെ സമ്മർദ്ദത്തിലാക്കേണ്ടതില്ല എന്നായിരുന്നു മുസ്ലിം ലീഗിൻ്റെ തീരുമാനം. പക്ഷേ ഇപ്പോൾ അത് കളി കുറച്ച് മാറി എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം വ്യക്തമാക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം വന്ന വാർത്തകൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിന് ശേഷം ഇത്തവണ ലീഗിന് മൂന്നാം സീറ്റില്ല എന്ന വാർത്ത അത് പുറത്തു വരികയും അത് വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു. തൊട്ട് പിന്നാലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള PMS സലാം അടക്കമുള്ള മുസ്ലിം ലീഗ് നേതാക്കൾ പരസ്യമായി മാധ്യമങ്ങളെ കാണുകയും മുസ്ലിം ലീഗ് മൂന്നാം സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് എല്ലാം തവണത്തെ പോലെയല്ല, ഇത്തവണ വേണം എന്ന നിലയ്ക്ക് തന്നെയാണ് ചോദിച്ചത് എന്ന് പറയുകയും ചെയ്തു. സ്വാഭാവികമായും അത് അത്തരത്തിൽ ലീഗിന് മൂന്നാം സീറ്റ് ഇല്ല എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നത് അത് മുസ്ലിം ലീഗ് നേതൃത്വത്തെ ചൊടിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് വസ്തുത. അങ്ങനെ മുന്നണി തീരുമാനം വരുന്നതിന് മുമ്പ് തന്നെ, മുന്നണി യോഗ ചർച്ചകൾ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് ഒറ്റയ്ക്ക് അങ്ങനെ ഒരു തീരുമാനം എടുത്തതിലും ആ തീരുമാനം പരസ്യമാക്കുന്നതിലും മുസ്ലിം ലീഗിന് വലിയ അതൃപ്തിയുണ്ട്. മുസ്ലിം ലീഗിനെ തന്നെ അവഹേളിച്ചു എന്നാണ് ലീഗിനകത്ത് ഉയർന്ന വിമർശനം. ഇതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ കുറച്ചുകൂടി ഉറപ്പിക്കാൻ, ഇല്ലെങ്കിൽ ആ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാനും അത് ശക്തമാക്കാനും ലീഗ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിലും അതുപോലെ തന്നെ UDF-ന്റെ മുന്നണി യോഗത്തിലൊക്കെ തന്നെ മുസ്ലിം ലീഗ് ഈ ആവശ്യം ശക്തമായി ഉന്നയിക്കുകയും ചെയ്യും. എല്ലാ തവണത്തെയും പോലെയല്ല, അഥവാ ഇത്രയും ദിവസമായിട്ട് മൂന്നാം സീറ്റ് ചർച്ചകളൊക്കെ സജീവമാകുമ്പോൾ പോലും ഒരു തവണ പോലും അധിക സീറ്റിന് അർഹതയുണ്ട് എന്ന് പറയുകയല്ലാതെ ഞങ്ങൾ സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാൻ തയ്യാറാവാത്ത മുസ്ലിം ലീഗ് നേതാക്കൾ തുടർച്ചയായി മാധ്യമങ്ങളെ കണ്ട് ഞങ്ങൾ സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തുടർച്ചയായി പറയുകയും മാത്രമല്ല അത് എല്ലാം തവണത്തെ പോലെയല്ല, ഇത്തവണ വേണമെന്ന നിലക്കാണ് എന്നൊക്കെ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തതും ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ്. കണ്ണൂർ ലക്ഷ്യമാക്കി തന്നെയാണ് മുസ്ലിം ലീഗ് നീങ്ങുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ അത് വയനാട് എന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ താല്പര്യം. കാരണം ഏറനാടും വണ്ടൂരും നിലമ്പൂരും അടങ്ങുന്ന മുസ്ലിം ലീഗിന് ശക്തമായ പാർട്ടി അടിത്തറയുള്ള മണ്ഡലമാണ് വയനാട് ലോക്സഭാ മണ്ഡലം. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ വയനാട് തന്നെയാണ് മുസ്ലിം ലീഗ് കാണുന്ന ഒന്നാമത്തെ പ്രയോറിറ്റി. രണ്ടാമത്, വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ പിന്നീട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കണ്ണൂർ തന്നെ ലക്ഷ്യമാക്കിയാണ് മുസ്ലിം ലീഗ് നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. രണ്ടാമത്, മുസ്ലിം ലീഗ് ശക്തമായ ഒരു വിലപേശലിൽ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. ഈ മൂന്നാം സീറ്റിൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ച നടത്തേണ്ടി വരികയാണെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണയൊക്കെ മുസ്ലിം ലീഗിന് ലഭിച്ച പല മണ്ഡലങ്ങളും പരാജയം ഉറപ്പുള്ള മണ്ഡലമായിരുന്നെങ്കിൽ ഇത്തവണ അതിന് ഞങ്ങൾ അംഗീകരിക്കില്ല, മറിച്ച് വിജയ സാധ്യത ഉറപ്പുള്ള നിയമസഭാ മണ്ഡലങ്ങൾ ചോദിച്ച് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ നീക്കം. എന്നുള്ളത് രാജ്യസഭാ സീറ്റിന് വേണ്ടിയാണ്. ഈ ജൂൺ മാസത്തോടെ 3 രാജ്യസഭാ സീറ്റുകൾ ഒഴിവ് വരാനിരിക്കുകയാണ്. അതിലൊരു രാജ്യസഭാ സീറ്റ് സ്വാഭാവികമായി UDF-ന് വിജയം ഉറപ്പുള്ള ഒരു സീറ്റ് കൂടിയാണ്. ആ സീറ്റ് ലീഗിന് ആവശ്യപ്പെടാനാണ് ലീഗ് നേതൃത്വം ഒരുങ്ങുന്നത്. കാരണം മുമ്പ് AK ആന്റണി കേന്ദ്രമന്ത്രിയായിരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വേണ്ടി മുസ്ലിം ലീഗ് ഒരു രാജ്യസഭാ സീറ്റ് വിട്ടു നൽകിയിരുന്നു. അത് തങ്ങൾക്ക് അർഹതപ്പെട്ട രാജ്യസഭാ സീറ്റാണ്, അത് ഞങ്ങൾക്ക് തിരികെ വേണം എന്നുള്ളൊരു ആവശ്യത്തിലേക്കാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും മുസ്ലിം ലീഗ് മുന്നണി ഈ മൂന്നാം സീറ്റ് വിഷയത്തിൽ കുറച്ച് കടുംപിടുത്തത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല മുസ്ലിം ലീഗിന്റെ നിർണായകമായ മൂന്നാം സീറ്റില്ല എന്നുള്ള വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടറാണ്. അന്ന് തന്നെ PK കുഞ്ഞാലിക്കുട്ടി കണ്ട ആ വാർത്തകൾ ശരിയല്ല എന്ന വിധത്തിൽ പ്രതികരണം നടത്തിയിരുന്നു. പക്ഷേ ആ വാർത്ത ശരിവെക്കുന്ന വിധത്തിലുള്ള ഒരു നീക്കമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. കാരണം ഈ വാർത്ത പുറത്തു വന്നത് മാത്രമല്ല, ഇപ്പോൾ ലീഗിന് കൊടുത്തിട്ടുള്ള, അതായത് ലീഗിന് 2 സീറ്റ് മാറ്റി വയ്ക്കുന്നു, RSPക്കും കേരള കോൺഗ്രസിനും 2 സീറ്റ് ബാക്കി വെക്കുന്നു. ബാക്കി 16 സീറ്റുകളിലേക്ക് ആരാണ് സ്ഥാനാർത്ഥിയാവേണ്ടത് എന്ന വിധത്തിലുള്ള ചർച്ചകൾ ഇന്നിപ്പോൾ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് നടക്കുകയാണ്. അപ്പോൾ ഈ മുന്നണി പ്രഖ്യാപനം വരുന്നതിന് മുൻപേ തന്നെ, സീറ്റ് വിഭജനത്തുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുൻപേ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുന്നതും ലീഗിനെ വലിയ രീതിയിൽ ചൊടിപ്പിക്കാനുള്ളൊരു സാധ്യതയുണ്ട്, അല്ലേ?
തീർച്ചയായും വരില്ല. കാരണം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിൽ ആദ്യം മുതൽ തന്നെ ഇല്ലെങ്കിൽ ലീഗിനകത്തുണ്ടായിരുന്ന ഒരു നിലപാട് ഇല്ലെങ്കിൽ പണക്കാട് സ്വാധികൾ തങ്ങളടക്കമുള്ളവർ പറഞ്ഞത് ഇന്ത്യ മുന്നണി പ്രത്യേകം ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ കോൺഗ്രസിന് പരമാവധി സീറ്റുകൾ നേടിയെടുക്കേണ്ട ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ വലിയൊരു സമ്മർദ്ദത്തിലേക്ക് കോൺഗ്രസിനെ UDF-നെ തള്ളിവിടേണ്ടതില്ല എന്ന് ലീഗ് തീരുമാനിച്ചിരുന്നു. കണ്ണൂരൊക്കെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ 3-ാം സീറ്റ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും വലിയൊരു സമ്മർദ്ദത്തിലേക്ക് പോകേണ്ട എന്ന് തന്നെയായിരുന്നു ലീഗിൻ്റെ മുതിർന്ന നേതാക്കൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ പലരുടെയും നിലപാട്. പക്ഷേ ഈ ഒരു വിഷയം റിപ്പോർട്ടർ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ അല്ലെങ്കിൽ കോൺഗ്രസ് യോഗം ചേരുകയും അത്തരത്തിൽ ഇത്തവണ ലീഗിന് 3-ാം സീറ്റില്ല എന്ന് തീരുമാനമെടുക്കുകയും ആ തീരുമാനം മാധ്യമങ്ങൾ വഴി റിപ്പോർട്ടർ വഴി പുറത്തു വരികയും ചെയ്തതോടെ അത് മുസ്ലിം ലീഗ് നേതൃത്വത്തിന് വലിയ സമ്മർദ്ദവും ഉണ്ടാക്കി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. കാരണം നേരത്തെ തന്നെ 3-ാം സീറ്റ് വിഷയത്തിൽ യൂത്ത് ലീഗ് അടക്കമുള്ളവർ മുസ്ലിം ലീഗിൻ്റെ കീഴ്ഘടകങ്ങളും പാർട്ടി പ്രവർത്തകരും അടക്കമുള്ളവർ നേതൃത്വത്തിന് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. യൂത്ത് ലീഗ് ദേശീയ കമ്മിറ്റിക്ക് പ്രമേയം പാസ്സാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ പോലും UDF-നെ സമ്മർദ്ദത്തിലാക്കേണ്ടതില്ല എന്നുള്ള നിലപാട് തന്നെയായിരുന്നു ലീഗ് നേതൃത്വം സ്വീകരിച്ചു വന്നിരുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വരാൻ കോൺഗ്രസ് സാഹചര്യമൊരുക്കി ഏകപക്ഷീയമായി കോൺഗ്രസ് കാര്യങ്ങൾ തീരുമാനിച്ചു. മുസ്ലിം ലീഗിനെ തന്നെ അവഹേളിക്കുന്ന സമീപനം അത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് മുസ്ലിം ലീഗിനെ യഥാർത്ഥത്തിൽ ചൊടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി അത്തരമൊരു സമീപനം മൃദു സമീപനം വേണ്ടതില്ല എന്ന തരത്തിലേക്കും മാത്രമല്ല മുസ്ലിം ലീഗിന് ഇനി വരുന്ന ഏത് സീറ്റാണ് കിട്ടുന്നതെങ്കിൽ അതിലേക്ക് ആരെ മത്സരിപ്പിക്കണം എന്നതടക്കമുള്ള ചർച്ചകൾ ലീഗ് നേതൃത്വത്തിൽ ചിലർ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഘട്ടം. അത്രത്തോളം ഒരു കടും വാശിയിലേക്ക് ഈ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് കോൺഗ്രസിലെ നേതാക്കളെ തന്നെ ചില ആളുകൾ ഈ കാര്യത്തിൽ ഈ വിഷയം ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. കാരണം അത്തരമൊരു വാർത്ത പുറത്തു വന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് അങ്ങനെ തീരുമാനമെടുത്തെങ്കിൽ പോലും അത് പുറത്തു വന്നത് കോൺഗ്രസിന് പോലും തിരിച്ചടിയാവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ ചില കോൺഗ്രസ് നേതാക്കൾ തന്നെ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ലീഗ് അതൊരു വാശിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. നേരത്തെ 5-ാം മന്ത്രി വിവാദം ഉണ്ടായപ്പോഴും ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രഖ്യാപനം ഉണ്ടാവുകയും പിന്നീട് ആ പ്രഖ്യാപനം നടപ്പിലാക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് ഏതറ്റം വരെയും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സമാന രീതിയിലേക്കാണോ ഇപ്പോഴും കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ സംശയിക്കുന്നത്. കാരണം കോൺഗ്രസിൻ്റെ ആ ഒരു നിലപാട് ഇല്ലെങ്കിൽ ആ കാര്യം പുറത്തുവിട്ടത് കോൺഗ്രസ് ഏകപക്ഷീയമായി കാര്യങ്ങൾ തീരുമാനിച്ചത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ അതൃപ്തിക്ക് ഇടയാക്കി എന്നുള്ളതാണ് നിലവിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം. ബിനിൽ.